ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 10 കൊല്ലമായി അധികാരത്തിലിരിക്കുമ്പോൾ മികവാർന്ന പഞ്ചായത്ത് ഭരണമായിരുന്നു. മികവാർന്ന തദ്ദേശ ഭരണത്തോടൊപ്പം തന്നെ കേരളത്തിന് എണ്ണപ്പെട്ട നേട്ടങ്ങളുണ്ടാക്കിയ ഒരു ഭരണം കാഴ്ചവെക്കാനായി. കേന്ദ്ര സർക്കാർ കേരളത്തെ ദ്രോഹിച്ചു. ആ ദ്രോഹിക്കുന്ന ഘട്ടത്തിലും അതിനോട് നല്ല നിലയ്ക്ക് പൊരുതിക്കൊണ്ടാണ് ഈ സർക്കാർ നിന്നത്. കോവിഡും പ്രളയവും ഓക്കിയും നിപ്പയും എല്ലാം വന്നിട്ടും കേരളം വികസിക്കുന്ന കേരളമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. നമ്മുടെ രാജ്യത്തെ എല്ലാ മാനകങ്ങളിലും മാനവവിഭവശേഷിയുടെ വികാസഗതികളുടെ എല്ലാം മുന്നിൽ ഒരു ആധുനിക കേരള സമൂഹത്തെ ഇന്ന് എല്ലാവർക്കും കാണാം. അത്തരമൊരു പശ്ചാത്തലത്തിൽ രാഷ്ട്രീയമായ ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ LDFന് സ്വാഭാവികമായൊരു വിജയം അവകാശപ്പെട്ടതാണ്. എന്നാൽ ഒരു തെരഞ്ഞെടുപ്പിൽ ആളുകൾ വോട്ട് ചെയ്യുന്നത് അതിൻ്റെ മാത്രം അടിസ്ഥാനത്തിലല്ല. ഇപ്പം തന്നെ ഞങ്ങൾ കണ്ടൊരു കാര്യം, ഇന്ത്യ രാജ്യത്താകമാനം RSS അല്ലെങ്കിൽ BJP ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വർഗീയ അന്തരീക്ഷമുണ്ട്. അത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായ ഒരു വർഗീയ അന്തരീക്ഷമാണ്. അതിനെതിരായിട്ട് ഒരു പ്രതിരോധം ഉയർന്നു വരുന്നുണ്ട്. ആ പ്രതിരോധം മതപരമാകുന്നത് നമ്മുടെ രാജ്യത്തിന് ദ്രോഹകരമാണ്, ദോഷകരമാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. സെക്കുലർ പ്രതിരോധം വേണം. കോൺഗ്രസ് സെക്കുലർ പ്രതിരോധത്തോട് സന്ധി ചെയ്യുന്നു. അവർ ന്യൂനപക്ഷ വർഗീയതയെ കൂട്ടിച്ചേർക്കുന്നു. ന്യൂനപക്ഷ വർഗീയതയെ കൂട്ടിച്ചേർക്കുന്നത് BJPയെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. ഭരണാധികാരത്തിൻ്റെ ഭാഗമായി അത് വന്നാൽ BJP ശക്തിപ്പെടും. ഇതാണ് ഞങ്ങളുടെ വാദം. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ എല്ലാ വർഗീയ ശക്തികൾക്കും എതിരായി ഒരുമിച്ച് നിലപാട് സ്വീകരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നല്ല ഒരു പോരായ്മ ഞങ്ങൾക്കുണ്ടായി. പക്ഷേ ആ ഫലമല്ല ഇപ്പോൾ ഉള്ളത്. 7 ജില്ലാ പഞ്ചായത്ത് LDF വിജയിപ്പിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൽ ആനുപാതികമായിട്ട് അത്രത്തോളം വന്നില്ലെങ്കിലും ഞങ്ങൾ ഒരു നല്ല നില കൈവരിച്ചിട്ടുണ്ട്. മുമ്പുണ്ടായിരുന്ന പരാജയം മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ ഉണ്ടായിട്ടില്ല. കോർപ്പറേഷനുകളാണ് നല്ല തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് പോരായ്മകൾ തിരുത്തി മുന്നോട്ട് പോകാൻ ജനങ്ങൾ അവസരം തരും. അതിൻ്റെ ഭാഗമായി LDFന് വീണ്ടും മുന്നോട്ട് പോകാനാകും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ അടിത്തറ ഭദ്രമാക്കാനും ശക്തിപ്പെടുത്താനും ഞങ്ങൾക്കായിട്ടില്ല. LDFന്റെ പോരായ്മ കൊണ്ടല്ല നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായതെങ്കിൽ പിന്നെ എന്ത് പോരായ്മയാണ് പരിഹരിക്കാൻ അനിൽകുമാർ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എന്ത് പോരായ്മയാണ് ജനങ്ങൾ കാണുന്നതെന്ന് ജനങ്ങളോട് സംവദിക്കും. അതാണ് ഞങ്ങളുടെ രീതി. ഇപ്പം ഞങ്ങൾ ചെയ്ത കാര്യം എന്താണ്? ഞങ്ങൾ പ്രകടന പത്രിക നടപ്പാക്കാൻ നോക്കി. അതിൽ ബാക്കിയുണ്ടോ? അതിൻ്റെ ഭാഗമായിട്ട് ആളുകൾക്ക് അസംതൃപ്തി ഉണ്ടോ? ഇനി എന്താ ചെയ്യാനുള്ളത്? അത് അവരോട് സംവദിച്ച് തിരുത്തും. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ആളുകളുടെ ആഗ്രഹപ്രകാരമാണ് ഞങ്ങൾ ഓരോന്ന് ചെയ്യുന്നത്. ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് തിരുത്തേണ്ടത് എന്താ ഉള്ളത്? നിങ്ങൾ പറഞ്ഞാലും തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ കൂടെ ഞങ്ങൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ചെറുക്കുന്നതിൽ ഒരു പരിധിവരെ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് അവർ വിജയിച്ചു എന്നുള്ള സത്യമാണ്. ആ തിരുവനന്തപുരത്തെ സ്ഥിതി എന്താ? അവിടെ ഒരു MP ഉണ്ട്. ജനങ്ങൾ വിശ്വസിച്ച് തിരുവനന്തപുരത്തെ UDFനെ BJPയെ പരാജയപ്പെടുത്താൻ തിരഞ്ഞെടുത്ത MP ആരുടെ കൂടെ നിൽക്കുന്നു? അവർ ഈ തെരഞ്ഞെടുപ്പിൽ എന്താ പങ്ക് വഹിച്ചത്? BJPയുടെ എല്ലാ കാര്യത്തിനും അടിയുപോക്കുന്നൊരു MP ആയി ശശി തരൂർ മാറിയില്ലേ? കോൺഗ്രസ് മിണ്ടുന്നില്ല. ഇപ്പുറത്തെന്താ സംഭവിക്കുക? ഇപ്പുറത്ത് സംഭവിക്കുന്നത് മതരാഷ്ട്രീയത്തിന് അടിസ്ഥാനപ്പെടുത്തിയവരെ കൂട്ടിച്ചേർത്തിട്ടാണ് UDF പ്രവർത്തിക്കുന്നത്. അതവർ മറച്ചു വെക്കുന്നു. ശശി തരൂർ രാഷ്ട്രീയ നിരപേക്ഷമായ അഭിപ്രായം പറയുന്ന ആളാണ്. അതുകൊണ്ട് കോൺഗ്രസ് പിണറായി വിജയൻ സർക്കാരിനെ പുകഴ്ത്തുമ്പോൾ കോൺഗ്രസിന് വെറി പിടിക്കുന്നു എന്നൊക്കെയാണ് ശശി തരൂരിനെ പറ്റി മുമ്പുള്ള CPMന്റെ അഭിപ്രായം. അതെ, ശശി തരൂര് നരേന്ദ്രമോദിയെ പുകഴ്ത്തിയാൽ ഞങ്ങൾ എന്തിനു പിന്തുണയ്ക്കണം? ശശി തരൂർ നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്നതും തെറ്റായ നിലപാട് സ്വീകരിക്കുന്നതും ഞങ്ങൾ എതിർക്കുന്നുണ്ടല്ലോ. ഞങ്ങളെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ അല്ല, നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് നല്ലത് പറയരുത് എന്നല്ലല്ലോ. ഞങ്ങളെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ ആ ശശി തരൂർ പറഞ്ഞാലും കുഴപ്പമില്ല. ഞങ്ങളെ അന്ധമായി എതിർക്കുന്നൊരു നിലപാടിൽ നിന്ന് UDF MPമാരുടെ നിലപാടിൽ നിന്ന് ശശി തരൂർ അല്പം മാറി ചിന്തിച്ചു. പ്രത്യേകിച്ച് വിഴിഞ്ഞം വന്നപ്പോൾ വിഴിഞ്ഞം നടപ്പാകട്ടെ, കോൺഗ്രസിനെ പോലെ നിങ്ങളെയും അതായത് പിണറായി വിജയനെയും മോദിയെയും തരൂർ ഒരേപോലെ പുകഴ്ത്തുന്നുണ്ടെങ്കിൽ, പിണറായി വിജയനെയും മോദിയെയും തരൂർ ഒരുപോലെ പുകഴ്ത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ രണ്ടുപേരുടെയും മേന്മയല്ല, അദ്ദേഹത്തിന് കോൺഗ്രസിനോടുള്ള വിരോധമാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ലല്ല, ഒരു കാര്യം മനസ്സിലാക്കി. പിണറായി വിജയനെ പുകഴ്ത്തുക എന്ന് പറയുന്നത് വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലാണ്. പിണറായി വിജയനെ പുകഴ്ത്തത് വ്യത്യസ്തമായ വിഷയങ്ങളിലാണ്. ഏത് വിഷയത്തിലാണ്? പിണറായി വിജയൻ്റെ രാഷ്ട്രീയത്തെ പുകഴ്ത്തിയോ? അതേസമയം നരേന്ദ്രമോദിയായി ബന്ധപ്പെട്ട് ഉയർത്തുന്നതെല്ലാം ഏതടിസ്ഥാനത്തിലാണ്? ഇപ്പോൾ കുടുംബവാഴ്ച എതിർക്കുന്നത് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെ, പ്രിയങ്ക ഗാന്ധിയെ, സോണിയാഗാന്ധിയാണ്.